സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി പഴയത് വച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വളരെ സെറ്റപ്പായിട്ടുള്ള, നിങ്ങൾക്ക് ഏതെങ്കിലും രാത്രികളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ഉണർത്തുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് ചട്ടി ചൂടാകുന്ന സമയത്ത് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, വളരെ കുറച്ച് എണ്ണ മാത്രം മതി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലേക്ക് എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വളരെ ഏറ്റവും ചുരുങ്ങിയ ലെവലിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മതിയേ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ കുറച്ച് ഒണിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് കൊടുത്തു സെറ്റപ്പാക്കുക. ഓക്കെ, ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വരുമ്പോൾ ഇത് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാം. ഓക്കെ, വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്നും വഴറ്റണ്ട, കുറച്ചൊക്കെ വഴറ്റിയാലും മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്വല്പം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ ഓക്കെ, ചെറുതായിട്ട് ഇത് നമ്മളെ മറ്റേ ഷാൻജുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നതിന് വേണ്ടി 1 മിനിറ്റ് ഒന്ന് വേവിക്കാം. അങ്ങനെ 1 മിനിറ്റ് ആവട്ടെ. 1 മിനിറ്റ് ആകുമ്പോഴാണ് നിങ്ങൾക്കുള്ള സർപ്രൈസ് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫ്ലേവറിലേക്ക് ഇത് വരുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഏകദേശം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് ഇറക്കി റെഡിയാക്കാം. സാധാരണ നിങ്ങൾ യൂട്യൂബിലൊക്കെ കേൾക്കുന്നത് നിങ്ങൾ സ്ലിമ്മിൽ വെക്കാവൂ എന്നാണ് പറയാറുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ സ്ലിമ്മിൽ വെക്കാനൊന്നും നേരം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ചേർത്ത് കൊടുക്കുക, കുറച്ച് തേങ്ങ ചിരണ്ടിയത്. അത് പഴയതാണ്, കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ചേർത്ത് കൊടുക്കണ്ട. തേങ്ങ ചിരണ്ടിയത് അല്ല, തേങ്ങ അരച്ചത്. പണ്ടെന്തിനൊക്കെ അരച്ചത് ബാക്കിയുള്ളതാണ്, കുഴപ്പമില്ല. അതും ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കേട്ടോ. ഇളക്കി മിക്സാക്കി ഇത് വെറും ടേസ്റ്റുള്ള ഒരു സംഭവമായിട്ട് വരുന്നുണ്ട്. ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയായി നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് കത്തി കരിഞ്ഞിട്ട് റബ്ബ്, ഞാൻ കുറച്ച് തീ കുറച്ചിടണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെറുതെ രസമായിട്ട് വെള്ളം ഒഴിച്ചതാണ്. ഓക്കെ, നോക്കാം നമുക്ക് എന്താവും എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നല്ല ഫ്ലഷി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് അതുപോലെ നല്ല യമ്മി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് കണ്ടോളൂ. ഇതാണ് നമ്മൾ കുറച്ച് അവിൽ വെള്ളത്തിലിട്ട് പുതിർത്തിയതാണ്. അത് നമ്മൾ ചേർത്ത് കൊടുക്കണം. അവിൽ വെള്ളത്തിലിട്ട് പുതിർത്തിയത് അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. കുറച്ച് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പഴയ പൂള പുഴുങ്ങിയത്, അതായത് കപ്പ പുഴുങ്ങിയതാണ്. അത് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട്
അത് നന്നായി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ ഗൈസ്, ഇതിപ്പോൾ ഒരു രക്ഷയും ഇല്ലാത്ത ഒരു ഐറ്റംസായി രൂപപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു രക്ഷയുമില്ല, ബഹു ടേസ്റ്റാണ്. പക്ഷെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടൊന്ന് മതിയായിട്ട് ഞാൻ തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഗ്ലാസ് പൊട്ടി. ഓക്കെ, അതറിയില്ല. അപ്പോൾ ഇത് പൊളിപ്പനാണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു ടാർഗറ്റ് ഞാൻ തരികയാണ്. ഇതിൽ നമുക്ക് എന്ത് പേര് ഓഫാക്കാൻ പറഞ്ഞു കേട്ടോ. ഇതിൽ നമുക്ക് എന്ത് പേരാണ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. രാത്രിയൊക്കെ ഒറ്റപ്പെടുന്ന സമയത്ത് വീട്ടിലാരും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ ബൈ, സീ യു.